24,700 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈ 3 കിലോ വാട്ടിന്റെ സോളാർ ഫിക്സ് ചെയ്യാൻ പറ്റും. 2 ലക്ഷത്തിന്റെ പൈസ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ KCB നമുക്ക് തരുമെന്നാണ് പറയുന്നത്. അത് ശരിയാണോ? വീട്ടിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ എത്ര രൂപ ചെലവ് അതിൽ നിന്ന് കിട്ടിയ സംശയങ്ങളാണ്. അപ്പൊ ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി നേരിട്ട് തന്നെ ചോദിക്കുകയാണ്. നമുക്കിത് ഒരു സാധാരണ വീട്ടിലേക്ക് ഫിക്സ് ചെയ്യുമ്പോൾ എത്ര രൂപ ചെലവ് വരുന്നുണ്ട്? സാധാരണ ഒരു വീട്ടിൽ നമ്മളൊരു 3 കിലോ വാട്ടാണ് മിനിമം വെക്കേണ്ടത്. 3 കിലോ വാട്ട് 3 കിലോ വാട്ടിന് ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റ് അനുസരിച്ച് 2,20,000 രൂപ എന്തായാലും ചെലവ് വരും. അതിനകത്ത് 78,000 രൂപ MNREയിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് സബ്സിഡി കിട്ടുന്നുണ്ട്. സബ്സിഡി അപ്പൊ അതിനകത്ത് കുറയും. അത് എനിക്ക് കിട്ടി. അത് പറയട്ടെ, എനിക്ക് സബ്സിഡി ഏകദേശം ഒരു 40 ദിവസം കൊണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആയിട്ടാ. 40 ദിവസം കൊണ്ട് ഇതിന്റെ സബ്സിഡി ഇപ്പൊ കുറച്ചുകൂടി നേരത്തെ കിട്ടുന്നത് 2 ആഴ്ച കൊണ്ട് കിട്ടുന്നുണ്ട്. എല്ലാം നോക്കുന്നത് വിസ്മയാണ്, വിസ്മയ്ക്ക് അറിയാതെ. അപ്പൊ എനിക്കത് കൃത്യമായിട്ട് 78,000 രൂപ വന്ന് ക്ലിയർ ആയി. അതുകൂടാതെ നമുക്ക് വരുന്നൊരു 4,700 രൂപ KSBയുടെ ഫീസ് വരും. അതിലൊരു 2,400 രൂപ കസ്റ്റമർക്ക് തിരിച്ചു കിട്ടും. എല്ലാ ബാങ്കുകളിൽ നിന്നും 90% നമുക്ക് ലോൺ കിട്ടും. 10% കയ്യിൽ നിന്ന് ഇറക്കിയാൽ മതി. 3 കിലോ വാട്ടിന് 2 ലക്ഷം രൂപ ലോൺ കിട്ടും. അപ്പോൾ 3 കിലോ വാട്ടിന് 2 ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടും. ഒരു 20,000 പ്ലസ് KSB ഫീസ് മാത്രം കയ്യിലുണ്ട്. അതായത് 24,700 രൂപ കയ്യിലുണ്ടെങ്കിൽ 3 കിലോ വാട്ട് 24,700 രൂപ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ ഈ 3 കിലോ വാട്ടിന്റെ സോളാർ ഫിക്സ് ചെയ്യാൻ പറ്റും. 2 ലക്ഷം രൂപ നമ്മുടെ ബാങ്കുകൾ നമുക്ക് ലോൺ തരും. ലോണിന്റെ കാര്യങ്ങളൊക്കെ ആര് ശരിയാക്കും? അതെല്ലാം ഞങ്ങൾ കമ്പനി ശരിയാക്കി കൊടുക്കും. കമ്പനി തന്നെ ശരിയാക്കും. കസ്റ്റമറെ സംബന്ധിച്ച് കസ്റ്റമർക്ക് സിബിൽ സ്കോർ 650 കൂടുതൽ ഉണ്ടാവണം. അപ്പൊ EMI എത്ര വരും? ഇത് 1 ലക്ഷത്തിന് ഒരു 1,130 രൂപ EMI വരും. 2 ലക്ഷം ലോണിന് 2,260 രൂപ വരും. അപ്പൊ ഈ 2 ലക്ഷം എടുത്തു കഴിയുമ്പോൾ 78,000 രൂപ വീണ്ടും 78,000 രൂപ നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ 2 ആഴ്ചക്കുള്ളിൽ സബ്സിഡി വരുമ്പോൾ അത് ബാങ്കിലേക്ക് ലോൺ അക്കൗണ്ടിലേക്ക് വരും. അപ്പൊ നമ്മുടെ EMI സ്വാഭാവികമായിട്ടും അത് കുറയും. വീണ്ടും ഒരു 1,500 രൂപ റേഞ്ചിലേക്ക് EMI. ശരിയാണ്. കറണ്ട് കാശും വരുന്നില്ല. കറണ്ട് കാശ് 4,000 രൂപ വരുന്നവർക്കല്ലേ ഈ പറഞ്ഞ 1,500 രൂപ റേഞ്ചിലേക്ക് നമ്മുടെ EMI ഷിഫ്റ്റ് ആയി കിട്ടുന്നത്. ലോൺ അടുത്ത മാസം മുതൽ അടയ്ക്കണമെന്നില്ല. വേണമെങ്കിൽ കസ്റ്റമർക്ക് 6 മാസം കഴിഞ്ഞിട്ട് അടച്ചാലും മതി. അതായത് സബ്സിഡിയൊക്കെ വന്ന് ഫൈനൽ 1,22,000 രൂപ ലോൺ എമൗണ്ട് ആയിട്ട് ഫിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമുക്ക് EMI സ്റ്റാർട്ട് ചെയ്താലും മതി. അടയ്ക്കാനുള്ള ഒരു മൊറട്ടോറിയം പീരീഡ് 6 മാസം കിട്ടുന്നുണ്ട് വേണമെങ്കിൽ. പക്ഷെ അതിന്റെ പലിശ കൊടുക്കേണ്ടി വരും. പീരീഡില് എടുത്തേക്കുന്നതിന്റെ പലിശ സ്വാഭാവികമായിട്ട് വരും. പിന്നെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ വന്നൊരു ചോദ്യം, ഈ റേറ്റില് വേരിയേഷൻ വരുന്നുണ്ടല്ലോ. ഇപ്പൊ 1 നിലയുള്ള വീടാണെങ്കിൽ 2 നിലയുള്ള വീടാണെങ്കിൽ കേബിൾ ലെങ്ത്തുകൾ വ്യത്യാസം വരും. പിന്നെ അതുപോലെ തന്നെ 2 നിലയുടെ മുകളിൽ ഷീറ്റ് ചെയ്തിട്ടുണ്ടാവും. ഷീറ്റിന്റെ മുകളിൽ വെക്കുമ്പോൾ അതിനനുസരിച്ച് ലേബർ ചാർജ് കൂടും, മെറ്റീരിയൽസ് കൂടും. പിന്നെ ലാഡർ വേണം, വാക്വേ വേണം. നമുക്ക് ഈസി ആയിട്ട് ഒരു തവണ വെക്കല് മാത്രമല്ലല്ലോ, മെയിൻ്റെനൻസും ഉണ്ടല്ലോ. ഇത്രയും നാളത്തേക്ക് ചെയ്യുന്ന ഒരു വർക്കാണ്. അപ്പൊ നമ്മള് ലാഡർ വെച്ച് കയറി അതിന് ഈസി ആയിട്ട് ഒരു ആക്സസ് ഈ പാനലിന്റെ അടുത്ത് നമുക്ക് ചെല്ലണം, കിട്ടണം. നമുക്ക് സർവീസിന് പോകണം, വാഷ് ചെയ്യണം, അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾക്ക് 5 വർഷത്തെ സർവീസ് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട്. പൈസന്റെ ഭാഗത്തു നിന്നും സോളാറുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ഓഫറുകൾ അനൗൺസ് ചെയ്യാനായിട്ടും കൂടിയാണ് ഇവർ വന്നേക്കുന്നത്. റൈസൺ സോളാർ ഇപ്പൊ നമുക്കറിയാം തൃശ്ശൂരുണ്ട്, കോട്ടയത്തുണ്ട്, കണ്ണൂരുണ്ട്. കേരളത്തിലെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. മാർച്ച് 31 അകം പൂർത്തിയാക്കുന്ന അല്ലെങ്കിൽ കൺഫേം ചെയ്യുന്ന എല്ലാ ഓർഡറുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ബമ്പർ നറുക്കെടുപ്പ് നടത്തുന്നു. അതിൽ വിജയിക്കുന്നവർക്ക് എയ്തറിന്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ സമ്മാനമായിട്ട് നൽകുന്നു. അടിപൊളി. ഞാൻ ഫൈനലായിട്ട് ഞാൻ ഇതിന്റെ പഠനവുമായി ബന്ധപ്പെട്ടിട്ട് പറയാ, അത് ശരിയാണെന്നുള്ളത് പറയണോ. ഒന്നുള്ളത് ഇപ്പൊ നമ്മുടെ വീട്ടിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന കറണ്ട് എക്സീഡ് ആയിട്ട് നമ്മൾ KSBക്ക് കൊടുക്കുന്നത്, അതിന്റെ പൈസ ഒരു വർഷം കഴിഞ്ഞ് കഴിയുമ്പോൾ KSB നമുക്ക് തരുമെന്നാണ് പറയണത്. അത് ശരിയാണോ? അതെ. അങ്ങനെ മാർച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പൊ 10,000 രൂപ ഒരു കസ്റ്റമറിന് കിട്ടിയിട്ടുണ്ടെന്നാ പറയുന്നത്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഇപ്പോൾ അത് താല്പര്യം ഇല്ലാത്തവർക്ക് ഈ എക്സീഡ് ആയിട്ട് വരുന്ന കറണ്ട് നമുക്ക് തന്നെ നമ്മുടെ സ്വന്തം പേരിൽ വേറെ ഏതെങ്കിലും ഒരു കമ്പനിയോ അല്ലെങ്കിൽ വീടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനകത്തേക്ക് കൊടുത്തിട്ട് അവിടത്തെ കറണ്ട് കാശിന്ന് അത് കുറച്ച് ബില്ല് വരുത്താൻ പറ്റും. ശരിയല്ലേ? അങ്ങനെ ഒരു സംഭവം കൂടി ഉണ്ട്. അതൊന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒപ്പം ഇടം വരെ വന്ന് ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് കൊടുത്തതിനും
താങ്ക്സ്. അപ്പൊ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോ നല്ല രീതിയിൽ തന്നെ അവർക്ക് ഒരു ഓഫറൊക്കെ ഇട്ട് കൊടുക്കുക സ്പെഷ്യലായിട്ട്. അപ്പൊ താങ്ക് യു സോ മച്ച് എല്ലാവരോടും കൂടി. താങ്ക് യു.